മങ്കടയിൽ സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ ആൾക്കൂട്ടം സദാചാര പോലീസ് സമഞ്ഞ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 പ്രതികൾക്കും ശിക്ഷ വിധിച്ചു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി അബ്ദുൽ നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ശിക്ഷ. പ്രതികൾ 5 പേരെയും കുറ്റക്കാരാണെന്ന് ഒന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി മഞ്ചേരി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2016 28-നാണ് ഈ മങ്കട ആൾക്കൂട്ട കൊല നടക്കുന്നത്. നസീർ ഹുസൈൻ എന്ന ആളാണ് ഈ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. 5 പ്രതികളും കൊലപാതകം, അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ട മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി കോടതിക്ക് തെളിഞ്ഞു. 5 പ്രതികൾ തെളിവ് നശിപ്പിച്ചതിന് 2 വർഷം കഠിന തടവ് കൂടി വിധിച്ചിട്ടുണ്ട് കോടതി. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആൾക്കൂട്ട കൊല, ഭീകരവാദം എന്നിവയ്ക്ക് സമാനമാണ് നസീർ ഹുസൈൻ കൊലപാതകമെന്ന് കോടതി നിരീക്ഷിച്ചു. വിറക് കൊള്ളി ഉൾപ്പെടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും മരണം ഉറപ്പുവരുത്തുന്നതുവരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയുമായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. 2016 ജൂൺ 28-നായിരുന്നു ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയ നസീർ ഹുസൈനെ പ്രതികൾ കൂട്ടം കൂടി തല്ലിക്കൊല്ലുകയായിരുന്നു. 40ഓളം സാക്ഷികളെയാണ് ഇരു വിഭാഗത്തു നിന്നുമായി കോടതി വിസ്തരിച്ചത്. കേസിൽ 3 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും നസീറിന്റെ സഹോദരനും നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. 1-ാം പ്രതിയായ ഫോണിൽ, അതായത് 1-ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ ഈ യുവാക്കൾ, അതായത് ഈ കൊലപ്പെടുത്തിയ യുവാക്കൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഫോറൻസിക്കിന്റെ പരിശോധനയിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്താണ് ഈ കേസിൽ നിർണായകമായത്. ടോം.